Hi friends, welcome back to our channel. I am Renji from YK Sound Academy. ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് നമ്മളൊരു ഹോം സ്റ്റുഡിയോയ്ക്ക് വേണ്ടി മോണിറ്റർ സ്പീക്കേഴ്സ് ആണോ പ്രിഫർ ചെയ്യേണ്ടത് അതൊരു ഹെഡ്ഫോൺ ആണോ പ്രിഫർ ചെയ്യേണ്ടത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് വീഡിയോയിലോട്ട് പോകാം. ഇതിന് മുമ്പ് നിങ്ങൾ നോക്കേണ്ട ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബഡ്ജറ്റാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മോണിറ്റർ സ്പീക്കർ തന്നെ മേടിക്കുന്നതാണ്. മോണിറ്റർ സ്പീക്കർ മേടിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ റൂമിൻ്റെ സൈസ് എത്രയാണ്. നിങ്ങളുടെ റൂമിൻ്റെ സൈസിനനുസരിച്ച് വേണം ഒരു മോണിറ്റർ സ്പീക്കർ എപ്പോഴും ചൂസ് ചെയ്യാൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ റൂമിൻ്റെ അക്കൂസ്റ്റിക്സ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിപ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെ സ്പീക്കർ മേടിച്ചാൽ പോലും നിങ്ങളുടെ ഒരു അൺട്രീറ്റഡ് ആയിട്ടുള്ള റൂമിൽ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ഹൈ ക്വാളിറ്റി സൗണ്ട് നിങ്ങൾക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം മോണിറ്റർ സ്പീക്കർ പ്യുവർലി ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ റൂമിൻ്റെ അക്കൂസ്റ്റിക്സിലാണ്. ഒരു കമ്പനി ഒരു മോണിറ്റർ സ്പീക്കർ ഉണ്ടാക്കുന്നത് അവരുടെ പക്ക ട്രീറ്റഡ് ആയിട്ടുള്ള റൂമിലാണ് അതിൻ്റെ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഏറ്റവും ഹൈ ക്വാളിറ്റി അക്കൂസ്റ്റിക് എൻവയൺമെൻറ്റിലാണ് ഒരു മോണിറ്റർ സ്പീക്കറിൻ്റെ ടെസ്റ്റിംഗ് നടക്കുന്നത്. നിങ്ങളുടെ റൂം ഫുള്ളി ട്രീറ്റഡ് ആയിരിക്കണം. അത് അക്കൂസ്റ്റിക് പാനൽസ് ആവാം, അല്ലെങ്കിൽ ഡിഫ്യൂസേഴ്സ് ആവാം, അങ്ങനെ ബേസ് ട്രാപ്സ് ആവാം. അതെല്ലാം ഇതിനെ മിക്സ് ആണ്. നിങ്ങളുടെ റൂമിൻ്റെ അക്കൂസ്റ്റിക്സ് ആണ് ടോട്ടലി നിങ്ങളുടെ റൂം ചെറുതാണെങ്കിൽ ഒരിക്കലും ഓവർ സൈസിലുള്ള സ്പീക്കേഴ്സ് മേടിക്കരുത്. അതിനുള്ള സ്പീക്കേഴ്സ് മാത്രം മേടിക്കുക. ഇപ്പോൾ ചെറിയ റൂമിനൊക്കെ 5 ഇഞ്ച് സ്പീക്കേഴ്സ്, 6 ഇഞ്ച് സ്പീക്കേഴ്സ്, അല്ലെങ്കിൽ അതിനടിയിലോട്ട് പോകേണ്ട ആവശ്യമുള്ളൂ. 8 ഇഞ്ച് സ്പീക്കേഴ്സിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ കാലിയോഡിയുടെ സ്പീക്കേഴ്സ് ആണ്. ഇതെന്ന് പറയുന്നത് 6.5 ഇഞ്ചാണ്. ഈ ഒരു റൂമിന് അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ട് 6.5 സ്പീക്കേഴ്സ് ഇവിടെ പെർഫെക്റ്റ് ആണ്. എൻ്റെ ആവശ്യത്തിന് അത് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ മേളിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വോള്യൂം ഒട്ടും തുറക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സ്പീക്കറിൻ്റെ ഫുൾ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഒരുപാട് ബ്രാൻഡ്സിൻ്റെ മോട്ടോർ സ്പീക്കേഴ്സ് അവൈലബിൾ ആണ്. 3.5 ഇഞ്ച് സൈസ് തൊട്ട് അവൈലബിൾ ആണ്. പ്രിസോണസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഐറിസ് 3.5 എന്ന് പറഞ്ഞ മോഡൽ അവൈലബിൾ ആണ്. അതേപോലെ മാക്കി എന്ന് പറഞ്ഞ കമ്പനിയുടെ CR3 എന്ന് പറഞ്ഞ മോഡൽ അവൈലബിൾ ആണ്. അതുപോലെ M ഓഡിയോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 3 ഇഞ്ച് സ്പീക്കേഴ്സ് അവൈലബിൾ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് മേടിക്കാവുന്ന ഒരു ഓപ്ഷൻസ് ആണ്. നിങ്ങളുടെ റൂം അത്യാവശ്യം ചെറുതാണ്, നിങ്ങൾക്ക് ബെഡ്റൂംസിലൂടെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു മോട്ടർ സ്പീക്കേഴ്സ് നിങ്ങൾക്ക് മേടിക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടി ബേസ് അല്ലെങ്കിൽ കുറച്ചുകൂടി പഞ്ച് കിട്ടണമെങ്കിൽ കുറച്ചുകൂടി വലിയ വൂഫർ സൈസ് വേണ്ടി വരും. അതിന് മിനിമം 5 ഇഞ്ച് അല്ലെങ്കിൽ 6.5 അല്ലെങ്കിൽ 8 നിങ്ങൾക്ക് മാറാം. ബട്ട് നിങ്ങളുടെ റൂം ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് അത്ര വലിപ്പം പോകേണ്ട ആവശ്യമില്ല. അത്യാവശ്യം വലിപ്പമുള്ള റൂമാണെങ്കിൽ മാത്രമേ ഒരു 8 ഇഞ്ച് അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നുള്ളൂ. സൗണ്ട് തുറക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബേസ് ഫ്രീക്വൻസീസ് കേൾക്കാൻ പറ്റില്ല. ഈ മോട്ടർ സ്പീക്കേഴ്സിന് വേറെ ഡ്രോബാക്സ് ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങളുടെ റൂം പക്ക ട്രീറ്റഡ് ആയിരിക്കണം. അതേപോലെ റൂമിൻ്റെ സൈസ് അനുസരിച്ച് വേണം നിങ്ങളൊരു മോട്ടോർ സ്പീക്കർ മേടിക്കാൻ. അതുപോലെ നിങ്ങളുടെ റൂം അത്യാവശ്യം സീൽഡ് ആയിരിക്കണം. കാരണം ഇപ്പോൾ രാത്രിയൊക്കെയാണ് നിങ്ങളത് പാട്ട് കേൾക്കണം അല്ലെങ്കിൽ മിക്സിങ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരുപാട് വോളിയം വെക്കാൻ പറ്റത്തില്ല. കാരണം അപ്പുറത്തെ റൂമിലുള്ള ആൾക്കാർ ഡിസ്റ്റർബൻസ് ആവും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും നല്ലത് ഹെഡ്ഫോൺസ് ആണ്. അപ്പോൾ ഹെഡ്ഫോൺസിൻ്റെ ഗുണം എന്താ വെച്ചാൽ നിങ്ങളുടെ റൂം എങ്ങനെ ട്രീറ്റഡ് ആയാലും ഹെഡ്ഫോൺസിനെ അത് ബാധിക്കുന്ന കാര്യമല്ല. ഇങ്ങനെ ചെവിയിലാണ് ഡയറക്റ്റ് ആയിട്ട് ഇരിക്കണേ. അതുപോലെ അത്യാവശ്യം ക്വാളിറ്റി ഹെഡ്ഫോൺസ് നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് തന്നെ മിക്സിങ് മാസ്റ്ററിങ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. മ്യൂസിക് പ്രൊഡക്ഷൻ അടക്കം. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഹെഡ്ഫോൺ എന്ന് പറയുന്നത് ഓഡിയോ ടെക്നിക്ക M20X എന്ന് പറഞ്ഞ മോഡലുണ്ട്. അതേപോലെ M30X ഉണ്ട്, M40X ഉണ്ട്. ഓഡിയോ ടെക്നിക്ക ബ്രാൻഡിൻ്റെ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി മോഡലാണത്. ഇതിൻ്റെ തന്നെ 50X വരെ ഉണ്ട്. അത് അറൗണ്ട് 15,000 റേറ്റ് വരുന്ന ഹെഡ്ഫോണാണ്. ഒരുപാട് ബ്രാൻഡ്സ് നല്ല ക്വാളിറ്റി ഹെഡ്ഫോൺസ് ഉണ്ടാക്കുന്നുണ്ട്. ബേ ഡൈനാമിക് എന്ന് പറഞ്ഞ കമ്പനി അടിപൊളി പ്രൊഫഷണൽ ഹെഡ്ഫോൺസ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അതേപോലെ ഷെൻഹൈസറിന് അടിപൊളി ബ്രാൻഡ്സ് ഉണ്ട്. ഓഡിയോ ടെക്നിക്കയുടെ ഒരു മോഡലാണ്. അതുപോലെ ഈ പ്രൊഫഷണൽ ഹെഡ്ഫോൺസിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അത് ഫ്ലാറ്റ് റെസ്പോൺസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മിക്സിങ് ചെയ്യാനും മാസ്റ്ററിങ് ചെയ്യാനൊക്കെ ഏറ്റവും നല്ലതായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്കൊരു മോട്ടോർ സ്പീക്കർ മേടിക്കാൻ അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൻ്റെ നിങ്ങൾക്ക് അത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് കുറച്ച് കൂടുതൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് എപ്പോഴും ഒരു പ്രൊഫഷണൽ ഹെഡ്ഫോൺ മേടിക്കുന്നതാണ്. ഒരിക്കലും ഒരു ലോ ക്വാളിറ്റി ഹെഡ്ഫോൺ മേടിക്കരുത്. കാരണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ മോണിറ്ററിങ് അതൊരു സ്പീക്കർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഹെഡ്ഫോൺ ആയിക്കോട്ടെ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ പാട്ടിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. നിങ്ങൾ എന്താണോ കേൾക്കുന്നത് നിങ്ങൾക്ക് അതിനനുസരിച്ച് മിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങളുടെ ഹെഡ്ഫോൺസിലോ നിങ്ങളുടെ റൂം കാരണം നിങ്ങളുടെ സ്പീക്കേഴ്സിലോ പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സോങ്ങിലും ആ ഒരു പ്രശ്നം കയറി വരും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക. എപ്പോഴും മേടിക്കുമ്പോൾ അത്യാവശ്യം ഡീസൻറ്റ് ക്വാളിറ്റി മേടിക്കുക. ലോ ക്വാളിറ്റി മേടിച്ചിട്ട് പിന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഏറ്റവും മിനിമം പ്രിഫർ ചെയ്യുന്ന ഹെഡ്ഫോൺ എന്ന് പറയുന്നത് ഓഡിയോ ടെക്നിക്കയുടെ M20X എന്ന് പറഞ്ഞ മോഡലാണ്. അത് അറൗണ്ട് 4,500 റേഞ്ചുള്ള മോഡലാണ്. ഈ ഒരു മോഡലാണ്. നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ പോകാം. ഒരുപാട് മോഡൽസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആമസോൺ ചെക്ക് ചെയ്യാം. ഈ ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. വേറെ നോയ്സ് ഒന്നും കയറത്തില്ല. അതേപോലെ നിങ്ങൾക്ക് റെക്കോർഡിങ്ങിന് അത് യൂസ് ചെയ്യാം, മിക്സിങ്ങിന് യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഗുണം അതിനകത്തുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ വോയിസ് നിങ്ങൾക്ക് എടുത്ത് കേട്ട് നിങ്ങൾക്ക് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ബട്ട് ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഹെഡ്ഫോൺസ് നിങ്ങളുടെ ചെവിയിലാണ് ഇരിക്കുന്നത്. അത് ഏകദേശം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പാൻ ചെയ്യുമ്പോൾ എപ്പോഴും വരുന്ന ഒരു പ്രശ്നമാണ് ഹെഡ്ഫോൺസ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ. കാരണം നിങ്ങൾ മോട്ടോർ സ്പീക്കേഴ്സ് യൂസ് ചെയ്യുമ്പോൾ മോട്ടോർ സ്പീക്കേഴ്സ് നിങ്ങൾ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മിക്സിങ്ങിൻ്റെ രീതിയും അതേപോലെ ഹെഡ്ഫോണിൻ്റെ മിക്സിംഗ് രീതി കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ യൂസ്ഡ് ആണ്. നമ്മൾ കേട്ട് യൂസ്ഡ് ആണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഹെഡ്ഫോൺസ് മേടിച്ചാലും മോട്ടോർ സ്പീക്കേഴ്സ് മേടിച്ചാലും
എപ്പോഴും അതിനകത്ത് നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് സോങ്സ് കേൾക്കുക, പല ആൾക്കാരെ സോങ്സ് കേൾക്കുക, നല്ല ഹൈ ക്വാളിറ്റി സോങ്സ് കേൾക്കുക. കാരണം അത് നമ്മൾ എപ്പോഴും ഒരു ഹെഡ്ഫോൺ ആയാലും ഒരു മോണിറ്റർ സ്പീക്കറായാലും നമ്മൾ യൂസ് ടു ആവണം. അതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. നിങ്ങളൊരു ഏറ്റവും കൂടിയ ഇപ്പോൾ 10 ലക്ഷത്തിൻ്റെ സ്പീക്കർ കൊണ്ട് വെച്ചാലും നിങ്ങൾ ഒറ്റയടിക്ക് അത് കേട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഒട്ടും ക്വാളിറ്റി ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ആ ഒരു സ്പീക്കറായിട്ട് യൂസ് ടു അല്ല. അപ്പോൾ എപ്പോഴും കമേഴ്ഷ്യലായിട്ട് ഇറങ്ങുന്ന സോങ്സ് നിങ്ങളുടെ ഹെഡ്ഫോൺസിലായാലും നിങ്ങളുടെ മോണിറ്റർ സ്പീക്കേഴ്സിൽ നിങ്ങൾ മാക്സിമം കേൾക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു സോങ്ങിൻ്റെ വോയിസ് എങ്ങനെയാണ് നിൽക്കുന്നത്, ഗിറ്റാർ എങ്ങനെയാണ്, ഇൻസ്ട്രുമെൻറ്റ്സ് വേറെ ഇൻസ്ട്രുമെൻറ്റ്സ് എങ്ങനെയാണ് അതിനകത്ത് സൗണ്ട് ചെയ്യണത്. അങ്ങനെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സോങ്ങിൻ്റെ ഔട്ട്പുട്ട് ആ ഒരു കമേഴ്ഷ്യലായിട്ട് നിങ്ങളുടെ സോങ്ങായിട്ട് എപ്പോഴും കമ്പാരിസൺ ചെയ്ത് വേണം ചെയ്യാൻ. അതിന് നമ്മൾ എപ്പോഴും അതിനകത്ത് പാട്ട് കേൾക്കുക, മാക്സിമം അത് യൂസ് ടു ആവുക. അതാണ് അതിൻ്റെ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് ആൾക്കാർ വളരെ ബഡ്ജറ്റായിട്ടുള്ള മോണിറ്റർ സ്പീക്കേഴ്സിൽ അതേപോലെ ഹെഡ്ഫോൺസിൽ ഫിലിമിൽ ഇറങ്ങുന്ന സോങ്സ് വരെ മിക്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവർ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് അവർക്ക് അത്ര യൂസ് ടു ആണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കാം നമ്മുടെ ഹെഡ്ഫോൺസിൻ്റെ പ്രശ്നങ്ങൾ എവിടെയാണ്, ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ചാർട്ട് നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ തന്നെ കിട്ടും, അല്ലെങ്കിൽ യൂസർ മാനുവലിൽ കിട്ടും. അത് നോക്കുക, ഏത് ഫ്രീക്വൻസിയാണ് ഇതിനകത്ത് ബൂസ്റ്റ് ആക്കി എടുക്കുന്നത്, ഏത് ഫ്രീക്വൻസിയാണ് കട്ട് ആക്കി എടുക്കുന്നത്, അതൊക്കെ മനസ്സിലാക്കി വെക്കും. നിങ്ങളുടെ മിക്സിംഗ് മാസ്റ്ററിങ് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ എപ്പോഴും മോണിറ്റർ സ്പീക്കേഴ്സ് മേടിക്കുക, മോണിറ്റർ സ്പീക്കേഴ്സിൽ തന്നെ മിക്സ് ചെയ്യാൻ നോക്കുക. അതാണ് ഏറ്റവും നല്ല ഒരു രീതി. പക്ഷേ ഹെഡ്ഫോൺസ് നിങ്ങൾക്ക് എന്തായാലും ആവശ്യം വരും. ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറവാണെങ്കിൽ ഒരു നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഹെഡ്ഫോൺ മേടിക്കുക. പയ്യെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം ഒരു നല്ല മോണിറ്റേഴ്സിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നല്ലൊരു ഓപ്ഷനാണ്. ഹെഡ്ഫോൺസ് എന്തായാലും നിങ്ങൾക്ക് ആവശ്യം വരും. റെക്കോർഡിംഗ് സമയത്തും ആയാലും മിക്സിംഗ് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കണമെങ്കിലും നിങ്ങൾക്ക് ഹെഡ്ഫോൺസിന് ആവശ്യം വരും. അതുപോലെ നിങ്ങൾക്ക് റെക്കോർഡിംഗ്, മിക്സിംഗ്, മാസ്റ്ററിംഗ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെക്കാർ നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് ഇടാം. നമ്മളിപ്പോൾ വീഡിയോ ലെസൺസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരോ വീഡിയോ കണ്ട് നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കോൾ ചെയ്ത് ചോദിക്കാം. അതേപോലെ നമ്മുടെ വീഡിയോസിന് എക്സ്പയറി ഡേറ്റ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാസങ്ങൾ കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ വീഡിയോസ് തിരിച്ചു പോയി കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ടിൽ ദെൻ